ഇതാ അരിമുളക് നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായിരിക്കണം കേട്ടോ. ഇപ്പം ഇന്ന് അനിയൻ പണിക്ക് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അവിടുന്ന് അരിമുളക്. അപ്പം ഞാൻ അതും കണ്ടപ്പോഴല്ലേ നമ്മുടെ കണ്ട മുരിഞ്ഞ കണ്ടില്ലേ, മുരിഞ്ഞ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് താളിക്കാമെന്ന് വിചാരിച്ചിട്ടേ. എന്തേ അമ്മൂന് ഇഷ്ടമല്ലേ? ഞാൻ ഈ മുളകൊന്ന് കടിച്ചു നോക്കിട്ടോ എങ്ങനെയുണ്ട് എരിവെന്ന്. അത്യാവശ്യം നല്ല എരിവുണ്ട്. എങ്ങനെ പറയാ, ചീനി തന്നെ. ഒന്നും ഇല്ലെങ്കിലേ ഈ അരിമുളക് എന്താ മുട്ടി മുളകോ അത് നാളെ എടുക്കാൻ വിചാരിച്ചിട്ട്. നല്ല രസട്ടോ. ഒന്ന് അരി അരച്ച് വെച്ചപ്പോഴല്ലേ നമ്മുടെ മിക്സി കത്തി അങ്ങോട്ട് പോയി, കത്തി പോയി. എന്താ അത് നേരേക്കാൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. നാളെ കിട്ടുള്ളൂ. മറ്റന്നേ കിട്ടുള്ളൂ. നാളെ തീരുമാനം അറിയൂ നേരേക്കാൻ പറ്റുമെന്നല്ലോ. അയ്യോ അരി ഞാൻ എപ്പോഴും എന്താ തീ കത്തിയാണ് പോയി. അതെന്താ ചെയ്യണത്? ഞാനപ്പോൾ പറഞ്ഞു കത്തിപ്പോയി എന്നുള്ളത്. നോക്കിയൊക്കെ നമ്മളെ വൈകുന്നേരത്തെ ഇതിൽ കൊട്ടിക്കോ മുട്ടി, ഇതിൽ കൊട്ട് വെള്ളം ഇട്ടിട്ട് എന്നിട്ട് ഇതതിനെന്താ ഈ മാങ്ങ കഴിക്കുമ്പല്ലേ വെറുതെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കഴുകാൻ നന്നായിട്ടേ. അപ്പൊ അങ്ങോട്ട് എന്നിട്ട് നോക്കിട്ട് കഴിച്ചാ മതി. ഇതൊക്കെ കേടുള്ളതാണേ. കണ്ടോ ഞാനാകുമ്പോ നല്ല നോക്കിട്ട് പെറുക്കൂ. ഇവിടെ കൊണ്ടുവന്നിട്ട് കളയാ. ഇതാ ഇത് നമ്മളൊന്ന് എന്താ അമ്മയിലൊന്ന് അരച്ചെടുക്കണ്ട കേട്ടോ. അവിടെ ലൈറ്റ് ഇല്ല, ഞാൻ അരച്ചെടുക്കട്ടെ. കാണുമ്പോ എന്താണ് ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. ഇരുട്ടായിട്ടോ മൂക്ക് കഞ്ഞിവെള്ളം മാങ്ങയില് ഉണ്ടായില്ല. അത് ആ മറ്റേ മാങ്ങയിലാണേ. ആ മാങ്ങ വീട്ടിൽ കുറെ ദിവസങ്ങൾ അവിടെ കിടന്നിട്ടേ ശരിക്കും പറഞ്ഞാലേ പോയപ്പോ കുറെ നല്ല മാങ്ങ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവിടെ ഇങ്ങനെ ഇട്ടിട്ട് വന്നു. അവിടെ കിച്ചിട്ട് നോക്കുമ്പോ അവൻ അറിയില്ലല്ലോ. അല്ലേ മാമ അങ്ങനെ ഒക്കെ പാടെ നോക്കാണ്ട് എടുത്തിടും ചെയ്യും. ഈ മുരിഞ്ഞ താളിപ്പും മുളക് വറുത്ത പുളി ഉണ്ടെങ്കിലേ ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ സത്യം പറയാലോ ഏതൊരു സാമ്പാറാവട്ടെ, മോരിക്കൂട്ടാവനാവട്ടെ, ചിക്കനാവട്ടെ, എന്തായാലും ഇതിൻ്റെ അത്ര വരില്ല കേട്ടോ. എന്തേ പുളിയുണ്ട്. ചെറിയ മാങ്ങ വേറെ ടേസ്റ്റ് അത്ര നല്ലതാ. അത്ര ഇത് പുളിക്കാണ് ഒന്നല്ല. അതെന്താ കേടൊന്നും വാങ്ങിയിരിക്കുന്ന അതിൽ ചെറിയ മാങ്ങയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അത്രേ. കേടുന്ന ടേസ്റ്റ് മമ്മൂട്ടിക്ക് വേണോ? നാളെ മാങ്ങ കൂട്ടാൻ വെക്കേ. നാളെ മാങ്ങ കൂട്ടാൻ വെക്കാട്ടോ. നല്ല ഉണ്ടാവും. അതെടുത്ത് കഴിച്ചോ അവിടെക്കട്ടെ. അതിൽ കിച്ചു അല്ല വിനോദം പറഞ്ഞിരുന്നു ആ ചെറിയ മാങ്ങ ഒരു പ്രത്യേക ടേസ്റ്റാണ് പറഞ്ഞത്. എന്നൊരു കിച്ചു ഒന്ന് പോയി നോക്കുമ്പോൾ കിട്ടി. അതിൽ ആകെ 1-2 കിട്ടിയില്ല. അത് ഏതാന്ന് മനസ്സിലാവുകയും ചെയ്തില്ല. പുളിമാങ്ങയാണ് കേട്ടോ. അതാണ്ടോ അങ്ങനെ വീണിട്ട് നമ്മൾ മാങ്ങ കൂട്ടാൻ വെക്കില്ലേ, ആ മാങ്ങേന് ചുണ കളഞ്ഞിട്ട് എന്തൊരു മണം വെച്ചിട്ടത്. ഇതെന്ത് പുളിപ്പാണ്. അതാണ് മാങ്ങ. വേണ്ട ഇത് നല്ല മാങ്ങ ഉണ്ടല്ലോ. മറ്റേ മാങ്ങ നല്ല രസമുള്ള മാങ്ങയല്ലേ? തിന്നില്ലേ? നന്നായിട്ടുണ്ട്. ഇതിലൊന്ന് വേറെ എടുത്താ കൂടുതൽ പഴുക്കാത്ത മാങ്ങയല്ലോ അല്ലേ? പഴുക്കാത്ത ഇനി എന്തിനാണ് ഒക്കെ കടിച്ച് തിന്നിട്ട് ബാക്കി എന്തിന്? അത് പറഞ്ഞിട്ട് പണ്ട് മൊട്ടുത്തി നടന്നിട്ടുണ്ട് പറഞ്ഞിട്ട് എന്നും മൊട്ടുത്തി നടക്കല്ലോ. നടക്കാരാകുമ്പോ നടക്കണം. അമ്മമാര് വാരി കൊടുക്കുമ്പോഴും അമ്മമാര് കഴിച്ചതിന്റെ ബാക്കി കഴിക്കണം ഒന്നുമില്ല. അത് എത്ര വലുതായാലും അങ്ങനെ കരുതി എല്ലാവരും കഴിച്ചതിന്റെ ബാക്കിയും കഴിക്കേണ്ടി വരും. അങ്ങനെ ഒരാൾ കഴിച്ചതിന്റെ ബാക്കി കഴിച്ച് ശീലിക്കണം എന്ന് വാശി പിടിക്കരുത്. അന്നല്ലേ ഞാനൊരു കാര്യം അന്നം കഴിക്കുന്നില്ല. അതൊരാളുടെ ഇച്ചിരി കഴിക്കുന്നില്ല, അന്നായിട്ട് കഴിക്കാം. അങ്ങനെ ചിന്തിച്ച പോലെ മാങ്ങ തിന്നുമ്പോ അങ്ങനെ തിന്നണം.
അങ്ങനെ തന്നെ മാങ്ങ നമ്മളില്ലേ ഫോർമാലിറ്റി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഭയങ്കര ഡീസൻ്റായിട്ട് അവിടെ വരുന്നത് ഇവിടെ വരുന്നത് മാങ്ങ ചെറ പറയുന്നത് തിന്നണം. കയ്യിൽ കൂടെ ചെറിയ കൂടെ ഒക്കെ ആയിട്ടൊക്കെ മാങ്ങ തന്നാലാണ് അത് ആസ്വദിച്ചൊരു മാങ്ങ തീറ്റയാകും. ഏട്ടാ നമ്മളെ എന്തിനു വേണ്ടിയിട്ടാ ജീവിക്കുന്നത്? മാങ്ങ തിന്നാൻ വേണ്ടിയിട്ടല്ല, പട്ടിണിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഏതൊരു മനുഷ്യനും ജീവിക്കുന്നത്. അല്ലാതെ നമ്മൾ കുറേ പൈസ ഉണ്ടാക്കിയിട്ടില്ലേ പട്ടിണി കിടക്കും ആരെങ്കിലും? ഇല്ലല്ലോ. വിശക്കുമ്പോൾ അവരെന്തായാലും കഴിക്കില്ലേ? അപ്പം അമ്മൂട്ടി നമ്മൾ ആരാ? ഞാൻ കഴിക്കില്ലാന്നോ? കഴിക്കില്ല അല്ലേ? ഞാനിപ്പോഴൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഇതാ നമ്മുടെ മീനേ. പിന്നെ ഇത് 2 ദിവസത്തേക്ക് ഉണ്ടാവും ഈ മീന്. അനിയേട്ടൻ എന്താ മീനേ തിന്നില്ല? എന്താ നിങ്ങൾ മീനിനകത്ത്? നന്നായി. എന്നാ ഇനി എന്തിനാ മീൻ വാങ്ങണ്ട? മധുരമൊക്കെ കുറയ്ക്കണം. മധുരം നന്നല്ലെങ്കിൽ ഞാൻ എന്നും പറയണ്ടല്ലേ. മീനൊക്കെ തിന്നെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയപ്പോഴാണ് തിന്നത്. പക്ഷേ കുറച്ച് ദിവസം നിന്ന് നോക്കുമ്പോൾ അത് പറ്റിയില്ല. എന്തോ ഛർദ്ദിക്കാൻ ഇപ്രാവശ്യം തീരെ പറ്റില്ല. ഞാൻ അരി അരച്ച് വെച്ചതിലില്ലേ മറ്റേല് കുറച്ച് അരി ഇങ്ങനെ എന്താ അറിയാതെ കിടക്കുന്നുണ്ട്. നാളെ എന്തുണ്ടാക്കാൻ പറ്റണോ? തൊട്ടിലി ആവുമോ ചിലപ്പോ? ഒരുപാട് ഉഴുന്നും കുറച്ച് അരിയായിട്ട് ഇങ്ങനെ ശരിയാവും. പിന്നെന്താ ശരിയാവാണ്ട്? അടിപൊളിയായിട്ട് ദോശ വാങ്ങിയതാ. വേണമെങ്കിൽ അരിപ്പൊടി വാങ്ങിയതാ. അരിപ്പൊടി ഒന്നും വാങ്ങിയണ്ട. ആ അതങ്ങോട്ട് കഴിച്ചാൽ മതിയില്ലേ. ദൊട്ടലി വെച്ചാൽ ദൊട്ടലി, ഇഡ്ഡലി ഇഡ്ഡലി. അമ്മ സീരിയൽ കാണുകയാണ് കേട്ടോ. അമ്മയ്ക്ക് ഈ സമയം സീരിയലിൻ്റെ സമയമാണ്. ഉച്ചയ്ക്കും കുറച്ചു നേരം കാണും. അപ്പം നമ്മള് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ അവർക്ക് എന്താ കിട്ടുന്ന സമയം കുറച്ചു നേരം ടിവിയും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെ. വൈകുന്നേരത്തെ മേല് കഴി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ പോയിട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതാ കണ്ടോ, ഇതാണ്ടോ മുല്ലമൊട്ടുകൾ. ഇനി പറിച്ചിട്ടില്ല. ഇത് മതി, ഇതന്നെക്ക് കോർക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് കോർക്കുമ്പോഴേക്ക് സമയം നല്ല കുറച്ച് വേണ്ടേ. അങ്ങനെ കോർക്ക് മാങ്ങ എടുക്കാൻ വന്നത്. ഏട്ടന് പപ്പടം കാച്ചി തന്നാ മതിയോ? അമ്മേ ഇപ്പയ്ക്കുള്ള മീൻ വറുത്താ പോരെ? ബാക്കിയുള്ളത് ആ ഇതിൽ വെക്കേണ്ടി വരും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ. ഇനി നാളേക്കും ഉണ്ടാവും മറ്റന്നാളേക്കും ഉണ്ടാവും പറഞ്ഞ പോലെയാണ് മീൻ. അത് കുരുമുളക് വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്നും പറ്റില്ല. ഞാൻ എത്ര കടിച്ചു ഇത് ചൂരമീനാണ്. എനിക്ക് വേണ്ട. നീ ഇത് കഴിച്ച ഞാൻ തിന്നാൻ പാടുമോ? ഞാൻ കഴിച്ചത് നീ തിന്നാൻ പാടില്ലെങ്കിൽ നീ കഴിച്ച ഞാനും തിന്നാൻ പാടില്ല. അന്ന് അച്ഛന് കൊടുക്ക്. ഇത് മൊത്തം വായിലിട്ട് മുടിക്കിട്ട് എന്നൊക്കെ കൊടുക്ക്. അച്ഛന് കൊടുക്ക്. വായിലിട്ട് മുടിക്കിട്ട് അച്ഛന് കൊടുക്ക്. അച്ഛൻ തിന്നട്ടെ. ഇല്ല ഇല്ല, ഞാൻ അമ്മേനെ പോലെ അല്ല. എനിക്ക് കുറച്ച് ബഹുമാനമൊക്കെ ഉണ്ട്. അച്ഛക്ക് അമ്മയ്ക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. അമ്മേനെ ഇങ്ങനെ പേപ്പറിന്ന് വെട്ടിയതാണല്ലോ. അച്ഛനും മക്കളും മാത്രമാണല്ലോ. ഓ എന്താ പറയുന്നത് ഏട്ടാ? എന്താ ഞാനേ നിങ്ങളുടെ മക്കൾ മാത്രമൊന്നുമല്ല, എൻ്റെയും കൂടി കൂടിയിട്ടാ. എന്താപ്പം അങ്ങനെ ഒറ്റയ്ക്ക് ആർക്കും കിട്ടില്ല അല്ലേ? ഇത് എത്രാമത്തെ മാങ്ങിയത് കടിച്ചിട്ട് ഇങ്ങനെ വെച്ചത്? എന്താ അങ്ങനെ പറയുന്നത്? ഒരു മാങ്ങ തിന്നാൻ വേണ്ടിട്ട് തിന്നാനുള്ള ഒന്നും ഇതാണ്ടോ. നമ്മൾ ചിലപ്പോൾ ഈ മുരിഞ്ഞ താളിപ്പ് ഇങ്ങനെ അല്ലാണ്ട് ചിലർ എണ്ണയിൽ താളിച്ചിട്ട് കടുക് താളിക്കുന്ന പോലെ താളിച്ചിട്ട് അങ്ങനെ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെയാണ് മുരിഞ്ഞ താളിക്കാറ്. കഞ്ഞിവെള്ളവും അതേപോലെ പച്ചവെള്ളം എടുക്കും. എന്നിട്ട് നമ്മൾ കാന്താരി മുളകോ പച്ചമുളകോ ചെറിയ ഉള്ളിയും പാടെ അരയ്ക്കും. ചിലർ വെളുത്തുള്ളി കൂട്ടും. എൻ്റെ വീടിൻ്റെ അവിടെ വെളുത്തുള്ളി കൂട്ടും, ഇവിടെ വെളുത്തുള്ളി കൂട്ടില്ല. പക്ഷെ ഇതിന്
പച്ചമീനെ പോലും ടേസ്റ്റ് കിട്ടും നമ്മുടെ ഉണക്കമാന്തളില്ലേ, ഉണക്കമാന്തളുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട, അടിപൊളി. പക്ഷേ എന്താ ഞാൻ പറഞ്ഞില്ലേ, ഉണക്കമാന്തൾ വാങ്ങിയില്ല, ഇത് കഴിയട്ടെ വിചാരിച്ച്. ഇത് മക്കൾ ഇത് ഉച്ചയ്ക്ക് വറുത്ത് വെച്ചതാട്ടോ, ഈ മീൻ കണ്ടോ, ഉച്ചയ്ക്ക് വറുത്ത് വെച്ചാണ്. ഇവിടെ ഉള്ള ഓരോ മക്കൾക്കില്ലേ ഉച്ചയ്ക്ക് ചോറ് വേണ്ട. ഇന്നലെ നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുത്തില്ലേ, ഇന്നിപ്പോൾ എന്താ പറയുന്നതെന്ന് അറിയാം, വൈകുന്നേരമായപ്പോൾ കണ്ടേട്ടൻ പറയുന്നു മകള് കുഴിമന്തി. കുഴിമന്തിയോ? കുഴിമന്തിയൊക്കെ കഴിച്ചേ എൻ്റെ പനിമാരിക്ക് വരെ എന്താ ഈസ്റ്റർ ഞായറാഴ്ചയല്ലേ? പനിമാരിക്ക് വരെ ഇത് പറയുമ്പോഴാണ് എന്താ പറയാൻ കാര്യം, എൻ്റെ ഏട്ടൻ്റെ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരും പൊറോട്ട ഇറച്ചി കഴിക്കാൻ വേണ്ടിയിട്ട്. പൊറോട്ട ഇറച്ചി കഴിക്കാൻ വേണ്ടി പനിയാണ്. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ, ആദ്യം എന്താച്ചോ എന്താ ഒരു ഉഷാറില്ലാത്ത പനിയാണ്, എന്താണ് പനി, 2 ദിവസം എനിക്ക് പൊറോട്ട ഇറച്ചി കഴിക്കാൻ തോന്നുകയാണ്. അതേപോലെ അമ്മൂനാണോ ആ അപ്പം ഇന്നലെ എന്താ എനിക്കെന്താ നമ്മളെ ഒരു ദിവസം പഴംപൊരിയും ബീഫും കഴിച്ചു നോക്കണം. അതൊരു എന്താ സംഭവം കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനത് ചെയ്യണം വിചാരിച്ച് കുറേ ദിവസമായിട്ടോ. പഴംപൊരിയും ബീഫും പുട്ടും ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഓരോന്നും ഇങ്ങനെ കണ്ടിട്ട് ഇവർക്ക് ചോറും പുട്ടും മാങ്ങയും പുട്ടും ചോറും മാങ്ങേ തായ്ലാൻഡത്തെ സ്പെഷ്യൽ. അത് ഞാൻ പറയാം, അത് ഇവിടെയും കഴിക്കാറുണ്ട് കേട്ടോ. ഈ പഴുത്ത മാങ്ങല്ലേ അമ്മ, അതിന്റെ നീരിങ്ങനെ പിഴിയും. നീര് പിഴിഞ്ഞിട്ടല്ല, കുറച്ച് ചോറും കുറച്ച് അച്ഛമ്മ എന്താ ചെയ്യാന്നറിയോ, ഇതെന്റെ നീര് പിഴിയ എന്നിട്ട് അതിൽ ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ, ചോറിന്റെ കഞ്ഞിലൂടെ. അപ്പൊ ഒരു മധുരം ഇതൊക്കെ ഇട്ട് എന്താണ് ഒരു മുട്ട ഉണ്ടായിരുന്നത് അച്ഛൻ വറുത്തു അങ്ങനെ കഴിക്കുന്ന അച്ഛാ. അല്ലാണ്ട് എല്ലാ ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് കിട്ടണ്ടേ? നല്ല മൊരിച്ചെടുത്തിട്ടുണ്ട്. തൊലിയുടെ ആ ഭാഗം കളഞ്ഞാൽ മതിയേ, അത് ഏട്ടനെ പറ്റുന്നില്ലെങ്കിൽ കഴിക്കണ്ട. എന്റെ അമ്മൂട്ടി അമ്മൂനെ കാണുമ്പോ ഇത്രണ്ണോ ഞാണ്ടല്ലോ ഇന്നലെ 20 എണ്ണം വാങ്ങിയതാണോ, എന്താ നിങ്ങൾ ചെയ്ത്? ഇവര് 2 വെച്ചെടുത്തു, വീണ്ടും അതന്നെ കഴിഞ്ഞില്ലേ. ആർക്ക് എന്നാലും ഇത് തീർക്കണമെങ്കിൽ അവരുണ്ട് അമ്മൊന്നും ബാക്കി ആരുടെ അച്ചു. നിനക്ക് വാങ്ങണോ? അത് രസം എന്താണെന്നറിയോ, അത് പറയാതിരിക്കാൻ പറ്റും. അമ്മൂട്ടി രാവിലെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടി കേട്ടോ. ഇത് കൊടുക്കുന്നത് നല്ലതല്ല, പാല് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലായിട്ട് ആ കുട്ടി കുടിക്കില്ല. ഇങ്ങനെ നമ്മൾ പാലായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൾക്കത് വേണ്ടാന്ന് പറയും. അപ്പോൾ ഈ ഓർലിക്സ് ഇട്ട് കൊടുക്കുമ്പോൾ അവള് മധുരം ഇല്ലെങ്കിൽ കുടിക്കും, ഇല്ലെങ്കിൽ അച്ഛമ്മേടക്ക് പഞ്ചസാര അമ്മ അവിടെ കടക്കും, വെറുതെ വേണ്ട. അമ്മ ജിമ്മന്നെ, അതുകൊണ്ടാണ്. അതൊന്ന് വറുത്താ ഞാൻ പഠിക്കട്ടെ. വർക്ക് അങ്ങനെ തന്നെയാണ് പെൺകുട്ടികൾ ഓരോ പണികൾ പഠിക്കേ. അല്ലേ സ്വർണത്തിനൊക്കെ എന്താ വില, 71,000 രൂപയൊക്കെ ആയിന്ന്. ഗോൾഡ് ആവുമ്പോ ഇന്നെ കൊണ്ടേക്കാനോ? ഇന്നെ ആർക്കും വേണ്ടി വരില്ല. എൻ്റെ അടുത്തുള്ളത് കൊണ്ടേക്കാണോ? ഇനി എന്താ എൻ്റെ അടുത്തുള്ളത് കൊണ്ടേക്കാനുള്ളത്? എൻ്റെ ചെമ്പാട്ടോ നോക്കണ്ട. എന്താലേ സാധാരണക്കാരുടെ മക്കളുടെയൊക്കെ അവസ്ഥ കഴിപ്പെട്ടു പോലെ. ശരിക്കില്ലേ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, പഠിപ്പിക്കുക, അവർക്ക് നല്ല സ്വന്തം കാലിൽ. ശ്രീധരൻ പഠിക്കണല്ല പറയണത്,
അവർക്കൊക്കെ ശരിക്കും നമ്മളെ പോലെയുള്ളവരുടെ മക്കൾക്കൊക്കെ കഴുത്തിലോ കാതിലോ ഒക്കെ ഇട്ട് നടക്കണം എന്നുണ്ടെങ്കിലേ എന്താ ചെയ്യാലേ? ഫാൻസി അല്ല, ഫാൻസി തന്നെ. ഇപ്പോൾ അമ്മൂൻ്റെ കഴുത്ത് കിടക്കണ മാല കണ്ടില്ലേ, എന്ത് രസമായി കാണാൻ. എന്ത് റോസ് ഗോൾഡ് അല്ലേ, കണ്ടോ? കാണാൻ തന്നെ കണ്ടോ എന്ത് രസമാണ്, കണ്ടില്ലേ? ഈ ഒരു സൈഡ് വേറെ, ഈ ഒരു സൈഡ് വേറെ. ഇപ്പം എല്ലാവരും ഇങ്ങനത്തെ ഇട്ട മാല ഇടുന്നത് കണ്ടോ, കണ്ടില്ലേ? ഇത് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഇടുകയാണ് കേട്ടോ ഒരു മാല, അല്ലെങ്കിൽ അമ്മ ഇടില്ല. അമ്മൂൻ്റെ കാലത്തെ കമ്മൽ കാണുന്നില്ല, സൂക്ഷ്മ ദൃഷ്ടിയോടെ നോക്കേണ്ടി വരും. അപ്പോൾ എനിക്കിങ്ങനെ എന്താ, നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ, ഞാൻ ഇങ്ങനെ ചോദിച്ചേ ഗോൾഡ് എടുത്തോ എന്ന് ചോദിച്ചേ. അപ്പോൾ പറയാണ് എന്താ ചെയ്യാന്നറിയില്ല, ഗോൾഡിനൊക്കെ നല്ല വില കൂടിയില്ലേ, ഒരു കഴുത്തിക്കും കാതിക്കും വാങ്ങിക്കൊടുക്കണം എന്നുണ്ട്. അതും കൂടി ഇപ്പം നടക്കും തോന്നണില്ല. എന്താ ചെയ്യാലേ? ശരിക്കില്ലേ അച്ഛനമ്മമാർ അമ്മ പറയുന്നത് കണ്ടോ, പെണ്ണിനെ പോരെ എന്തിനാ പൈസ, ആർക്ക പൈസ അല്ലേ അമ്മു? ജീവിക്കാനൊരു കൈത്തൊഴിൽ അറിഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അമ്മ പറയുന്നത് കേട്ടോ, ജോലി മേടിക്കണം. അപ്പോൾ നമ്മൾ, അവളുടെ ടീച്ചർ പറയുന്നത് അപ്പോൾ നമ്മൾ എന്താ നമ്മുടെ പോലുള്ള ആൾക്കാരുടെയൊക്കെ അവസ്ഥ നമുക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. നമ്മൾ അനുഭവിച്ചതും കൂടി ആകുമ്പോൾ പിന്നെ അത് പറയും വേണ്ട. മാറ്. അയ്യോ അമ്മ ഇങ്ങനെ ഇതാ എന്താണ് 4 വർക്കിന് കുണ്ടൻ പാത്രം ആയതും കൊണ്ട് കേട്ടോ. 4 എന്നാ പറഞ്ഞത്, തൊണ്ട വേനിച്ചിട്ട് വയ്യാൻ മുട്ടി. 4 ഉണ്ടാക്കട്ടെ അണ്ടിപ്പുട്ട്. എന്തിൻ്റെ ബാക്കി? അതാ കവറില്. അമ്മു അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അമ്മുട്ടി പറങ്കേണ്ടി ചുട്ട് കഴിഞ്ഞാൽ ഒന്ന് പോലും ഇല്ലേ എന്താ കരിഞ്ഞു പോവില്ല, പെർഫെക്റ്റായിട്ട് കിട്ടും. എന്താണ് മുതിർന്നവരുടെ കൂടെ ചെറുപ്പം മുതലേ പഠിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് എന്താണെന്നറിയോ, ഞാനിപ്പോൾ 2 ദിവസം പെടുന്ന എവിടേക്കെങ്കിലും മാറി നിന്നാലും കൂടി അവരെന്തെങ്കിലുമൊക്കെ അണ്ടി ചൂടാനല്ല, ചോറും കൂട്ടാനും വെക്കാൻ ആളുണ്ടെന്ന് അല്ലേ കേട്ടോ. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞു വെച്ചാൽ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നില്ലാതെ തിന്നില്ലാണ്. ഇന്ന് രാവിലെ അമ്മ എന്താ കഴിക്കാമോ പറഞ്ഞിട്ട് രാവിലെ അമ്മ കഴിച്ചതാണ്. പിന്നെ ഉച്ചയ്ക്ക് മാങ്ങയാണ് കഴിച്ചേക്കണത് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 11 മണിയപ്പോൾ ഓർലിക്സ് ഇട്ടിട്ട് പാൽ കുടിച്ചു അല്ലേ? അമ്മൂന് ജിമ്മിന് വരാത്രേ. നിന്റെ അത്ര തടി കുറവുള്ള കുട്ടികൾ അവിടെ ആരുമില്ല. ഞാൻ വരുമല്ലോ പിന്നെന്താണ്. എല്ലാവരും നല്ല തടിയുള്ള കുട്ടികളാ അല്ലേട്ടാ. അപ്പൊ ഈ എല്ലൊക്കെ കൂടെ ഇതാവട്ടെ. ആ സാധനം ഇങ്ങനെ പിടിച്ച് പൊന്തിക്ക് നോക്കുമ്പോ അമ്മക്ക് പൊന്തമില്ല. ഓ അമ്മു കരാട്ടെ പോയിട്ട് കുറച്ച് കളിച്ചിട്ടുണ്ട്, അതാണ് പറയുന്നത്. അമ്മൂനിപ്പോൾ കരാട്ടയ്ക്ക് വിടാൻ ഉണ്ടായിരുന്നു കേട്ടോ, ബോക്സിങ്ങിനോ. അതിന് ഇവര് അമ്മൂൻ്റെ ഇഷ്ടങ്ങളെ വേറെയാണ് കേട്ടോ. അച്ചൂനെ നോക്കിയൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. നമ്മുടെ ഇവിടെ നാലിശ്ശേരിക്കാവിൽ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 100-300 രൂപയാണ്. ഇനിയിപ്പോൾ എങ്ങനെ ഏറി വന്നാലും നമുക്ക് വിടാന്നുണ്ടായിരുന്നു. അത് കാലത്ത് കരാട്ടയൊക്കെ പഠിക്കണം പോകുമ്പോ കണ്ടില്ലേ ലോകം പോണതില്ലേട്ടാ. പച്ചക്കറി മഴ പെയ്തപ്പോൾ അതിലിട്ടതാണ്. മഴ പെയ്തപ്പോൾ ഫുള്ള് വെള്ളം അതിന് ഇതിൽ കൂടെ ആയിരുന്നേ. അതാ സ്റ്റീൽ പാത്രം. അന്ന് മഴ പെയ്തപ്പോൾ നമ്മൾ ഇവിടേക്ക് പോയില്ലേ, കല്ലടിക്കോടും പോയില്ലേ. പിന്നെ അത് നോക്കിയില്ല. അപ്പം അതിൽ പച്ചക്കറി വെച്ചിട്ട് അത് പച്ചക്കറി അളിഞ്ഞാൽ തന്നെ പറയണം. പപ്പടം അത്ര മീൻ വറുത്താൽ പോരമാ. ബാക്കി വിഷുവിന് വിഷുവിന് പപ്പടം വാങ്ങിയതാ പറയാം, വിഷുവിന് പടക്കം വാങ്ങിയത്. ഞാൻ പറയുന്നത് തെറ്റിപ്പോണ
അതിന്റെ തൊണ്ട പൊട്ടി. തൊണ്ടേ മുല്ലപ്പൂ കോർക്കണ്ടേ? വേണ്ട. ഇവർക്ക് മുല്ലപ്പൂ കോർക്കാൻ പറഞ്ഞു കൊടുത്താലും ഞാൻ ഇന്ന് കോർക്കും. കോർത്ത് ഇനി കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോർക്കാം. പപ്പൂന് ഇന്നലെ കോർത്തില്ല കേട്ടോ. ഇന്നലെ അങ്ങനെ പോയിട്ട് വേഗം. ഈ അമ്മു അതിന് മുല്ലപ്പൂ വെക്കില്ല. അമ്മു ഭയങ്കര എങ്ങനെ പറയാ, ഓ ഇടയ്ക്ക് ഇച്ചിട്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുക വെച്ചാലോ, നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ അതിന് വേണ്ടിയിട്ടല്ലേ. അച്ഛൻ പെൺകുട്ടികളാണ്, എൻ്റെ കുട്ടികൾക്ക് വേണ്ടേ പറഞ്ഞിട്ട് വെച്ചിട്ട് പോയതാ. അപ്പം അത് എന്നിട്ട് അത് കോർത്ത് നിങ്ങൾക്ക് വെക്കാൻ വയ്യ പറഞ്ഞാലോ. ഞാൻ ഇന്ന് കോർത്തിട്ട് ഞാൻ വെച്ചു കേട്ടോ. ഒരു ഓറഞ്ച് കളർ പൂവില്ലേ, മാങ്ങൊപ്പിലിട്ടത് വേണമെങ്കിൽ എടുത്തമ്മ. മാങ്ങൊപ്പിലിട്ടത് പപ്പടം എടുത്തു. പപ്പടം എടുത്തു. ഇതങ്ങോട്ട് മൊത്തം കൊണ്ട് കാച്ചി വെച്ചിരിക്കണം. ഏട്ടന് വേണ്ട പപ്പടം? പപ്പടം വേണ്ട. അതിന് ഉപ്പാണ്. അമ്മ എന്താ പറയണ്? അച്ഛനെ താങ്ങുണ്ട് ഇടയ്ക്കൊന്നില്ലേ. പപ്പടൊക്കെ വീട്ടിലുണ്ടാക്കി എടുത്തില്ല. അതിനുണ്ടോ എന്താ ഈ അനിയേട്ടൻ നിങ്ങൾ വിചാരിക്കില്ലേ, അത് ഒരു കാര്യം പറയണം. അനിയേട്ടന് ഒരു സാധനമില്ലേ ഇഷ്ടമല്ല. എന്തെങ്കിലും കോഴി വേണമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കോഴി തിന്നാൻ പാടില്ല. സീതാപ്പഴം മാത്രം. അതിനിപ്പോൾ നമ്മൾ എവിടേക്ക് പോണു സീതാപ്പഴത്തിന്? അതേ മോഡലുള്ള സംഭവങ്ങൾ സോഡ വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ? പിന്നെ മെഷീൻ മേടിക്കില്ലേ നമുക്ക്? സോഡ ഉണ്ടാക്കുന്ന മെഷീനുണ്ട് മേടിക്കില്ലേ? പക്ഷെ പൈസ തിളപ്പിച്ചാറിയ വെള്ളം. ഏറ്റവും കൂടുതൽ വേണ്ട സാധനം മമ്മൂട്ടിയെ നമ്മളിത് പറയല്ല. ഓരോ അസുഖങ്ങൾ വിളിച്ചു വരുത്തുന്നത് എന്താണെന്നറിയോ? ഓരോ അച്ഛന് 3 നേരം ഷേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടച്ച് ഇതാട്ടോ. ഇതൊരു പാത്രത്തേക്ക് കുറച്ചാക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതിയില്ലേ. മല്ലിപ്പൊടി. എനിക്ക് ചോക്ലേറ്റ്. ഇതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ പറയണം കേട്ടോ. എൻ്റെ ഒരു ഇൻസ്റ്റയിൽ കൂടെ നമുക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു. ചേച്ചി മുളകും മല്ലിയും വാങ്ങി പൊടിക്കുന്ന കണ്ടിട്ട് ഞങ്ങളും വാങ്ങി പൊടിക്കാൻ തുടങ്ങി. ആദ്യം ഞങ്ങൾ എന്താ പാക്കറ്റാണ് വാങ്ങിയിരുന്നത്. ഇപ്പോൾ പൊടിക്കാൻ തുടങ്ങിയപ്പോൾ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോന്ന്. മറ്റേ കെമിക്കൽ ഇട്ടല്ലേ. ഇനി നമുക്കൊരു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരാളെങ്കിലും അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ ചേട്ടാ. എല്ലാവർക്കും അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരാളത് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ, കാരണം ചേച്ചി കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ. നന്നായി. എന്താ ഞങ്ങൾ ആദ്യം കടയിൽ നിന്ന് വാങ്ങുക ചെയ്തിരുന്നു. ഇപ്പോൾ ചേച്ചി ഇങ്ങനെ ഉണക്കിപ്പൊടി കണ്ടപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നി. അവരുടെ ഭർത്താവ് പറഞ്ഞു അത്ര അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞത്രേ. അതാണ് നമുക്ക് മഞ്ഞൾ കിട്ടിയിട്ടില്ല. മഞ്ഞൾ ഇതുകൊണ്ടാണ് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു മണം ഉണ്ടാകും അല്ല മുട്ടി. എന്താ അവിടെ വീതനയുടെ കോലൻ്റെ അമ്മേ. അച്ചിച്ചുള്ളപ്പോ അപ്പുറത്തെ ഇവിടെ അല്ലേ അത് പുള്ളിയായതുകൊണ്ട് എടുത്തത്. പപ്പടത്തിന് എരിവ്. എരിവോ എനിക്കറിയില്ല. അപ്പോഴേ അവിടെ എന്താ മഞ്ഞൾ കുത്തിച്ച് ഓർമ്മ. ഇവിടെ നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞളൊക്കെ ഉണ്ട്. ഇനി മഴ പെയ്യാൻ തുടങ്ങില്ല. അപ്പം ഇങ്ങനെ പൊന്തി പൊന്തി വരും കേട്ടോ. നമുക്ക് കുറച്ച് ഉള്ളത് കിട്ടാൻ. ഏത് വേണ്ട അച്ചുട്ടി മീൻ്റെ ആളാട്ടോ. അച്ചുട്ടി ഇതാ ഇനി വേറെ മതി. എവിടെ അമ്മ അമ്മ ഓ മാന്തളില്ലേ ഉണ്ടാക്കി തരുമോ? അങ്ങനെയൊക്കെ മാന്തളി വെള്ള കളർ കറി വെച്ചിട്ട്. വെള്ളപ്പയറോ? വെള്ള കളറിന്റെ കറി വെച്ചേരണോ? ഉണ്ടോ? മണലുണ്ടോ? മാന്തളില്ല. ആ കഞ്ഞിവെള്ളം അത് കറണ്ട് കഴിഞ്ഞ ബിരിയാണി പറയും. കഞ്ഞിവെള്ളം ഒഴിക്കുക,
അതിൽ പച്ചമുളക് കീറിയിടുക, എന്നിട്ട് കുറച്ച് ഉപ്പ് ഇടുക, എന്നിട്ട് അത് എന്താ ചിലർ അത് വീഡിയോ ഇട്ടിട്ട് പറയുന്നത് എന്ത് കറിയാണ് എന്നുള്ളത്. ഇവിടെ അച്ഛനൊക്കെ കഴിച്ചിരുന്നതാണ് കേട്ടോ. നല്ല കുത്തരിക്കഞ്ഞിയുടെ തെളിയുള്ള കഞ്ഞിവെള്ളത്തിൽ നല്ല ടേസ്റ്റ്. ഒരു പ്രാവശ്യം നിങ്ങളത് കഴിച്ച് നോക്കണം. നമ്മളത് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് അത് നെഗറ്റീവ് പറയുന്നു, ഇതെന്ത് കറിയാണ്. പക്ഷെ അത് കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റിലേട്ടാ. അല്ലാത്തവർക്ക് ഇപ്പോൾ നമ്മൾ ചിരങ്ങ വെക്കില്ലേ, ചിരങ്ങ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് താളിക്കില്ലേ, ചിലർ താളിക്കും ചിലർ താളിക്കില്ല. അപ്പോൾ മാങ്ങയുടെ ഇത് ഇനി വേണോ, മാങ്ങ വേണോ? ഇത് പഴുക്കാത്ത, അയ്യോ ഇത് നാളേക്ക് പഴുക്കും. 5-6 പേർക്ക് കൊടുക്കാനേ. അവിടെ വേറൊരു കവറിലും ഉണ്ട് അവർക്ക് മാങ്ങക്കൂട്ടാൻ വയ്ക്കാൻ. അപ്പോൾ മാങ്ങ വേണമെന്ന് പറഞ്ഞതാ. ഇതാണ്ടോ മാങ്ങ ഉണ്ടെങ്കിൽ ഉമ്മറത്ത് കൂടി ഇത് കൂടി ഒക്കെ തന്നെയാണ് അവസ്ഥ. അയ്യോ എൻ്റെ മുല്ലപ്പൂവേ, എത്ര കണ്ടാലും വേണ്ടില്ല, ഇതിനോടുള്ളൊരു ഭ്രാന്ത് ചില്ലറയില്ല. എന്താ മണം, നല്ല മണം. ഞാൻ പോകുമ്പോഴേ രാവിലെ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് കൂട്ടും. അപ്പം എൻ്റെ കൂട്ടുകാരി ഇങ്ങനെ പറയാം നല്ല മണം ഉണ്ട്, നല്ല മണമുള്ള പൂവാണ്, അതൊക്കെ കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. അത് പറഞ്ഞില്ലല്ലോ, നമ്മളും കുറച്ച് അടക്കം വിഷു കഴിഞ്ഞിട്ട് ഇന്നലെ വാങ്ങിയിട്ട് ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് പോയി വാങ്ങിയിട്ട് വന്നിട്ടാ. വാങ്ങി വന്ന് കിച്ചു ഒന്ന് ഉച്ച കഴിയുമ്പോഴേക്കും അതൊക്കെ പൊട്ടിച്ചു. 50 ഓലപ്പടക്കലേട്ടാ, 50 ഓലപ്പടക്കും. പിന്നെ എന്താ കമ്പിത്തിരി ഞാനേ കണ്ടില്ല, കാണുകയേ ചെയ്തില്ല. കണ്ടില്ല. അപ്പോഴേക്കും അവൻ്റെ പൊട്ടിക്കൽ കഴിഞ്ഞ് അവൻ്റെ സന്തോഷമായി. അതാണ് ഞാൻ പറഞ്ഞത്, അവൻ്റെ വിഷുവിന് കിട്ടിയ കൈനീട്ടം മൊത്തം അവന് സമാധാനമായി. വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ നല്ല വിശേഷം. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.